അപ്പോൾ അതെ ഈ ചേട്ടനെ ഓർമ്മയുണ്ടോ? നമ്മുടെ പഴയ വീഡിയോസൊക്കെ മുതൽ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇടുക്കി ജില്ലയിലെ കുളമാവിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കുളമാവിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ദേവരാജൻ ചേട്ടനാണ്. അപ്പോൾ കുളമാവിൽ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ട് വീണ്ടും വന്നേക്കുവാണ് കുളമാവിലേക്ക്. അപ്പോൾ കുളമാവിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് കുളമാവ് ഡാം എത്തുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ചെറിയൊരു ജലാശയം നമുക്ക് റോഡ് സൈഡിലായിട്ട് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാണ് വടക്കേപ്പുഴയാറ്. ഇത് നേരത്തെ ഒരു ആറായിരുന്നു. ആറിനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ചെക്ക് ഡാം പണിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം കുളമാവ് ഡാമിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചെക്ക് ഡാം പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഈ വടക്കേപ്പുഴയാറൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവഴി പോയിട്ടുള്ളവർ കുറച്ച് പേരെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഈ ജലാശയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ വിശ്രമിക്കാനും. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ ഇട്ടിട്ടാണ് അത് കഴിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് മിക്കവാറും. ഇവിടെ ഈ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി പദ്ധതി ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുളമാവ് ഡാമിനോട് ചേർന്ന് ചെറിയൊരു പാർക്കും പൂർത്തീകരിക്കുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞും കേട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇതിലാണ് താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്തൊക്കെ നോക്കി ഇങ്ങനെ ഇല്ലിയുടെ തണ്ട് വെച്ചിട്ട് അങ്ങനെ കൈവേരികളൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് വരെ കണ്ടില്ല. അതൊക്കെ പത്ത് ഈ ഇല്ലിയുടെ തണ്ട് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഇറങ്ങുന്ന തന്നെ നമുക്ക് കൊട്ടവഞ്ചി കാണാം. കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൊട്ടവഞ്ചികളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പണ്ടത്തെ ഒരു നെയ്യണ ടൈപ്പല്ല, ഈ മുള വെച്ച് നെയ്യുന്ന ശരിക്കും കൊട്ടയുടെ ഒരു രീതിയിലായിരുന്നല്ലോ പണ്ടത്തെ കൊട്ടവഞ്ചികളൊക്കെ. ഇപ്പോൾ ഫൈബർ ചെയ്തേക്കുവാണ്. കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്. അങ്ങനെ വെള്ളമൊന്നും കയറുമൊന്നുമില്ല. പിന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും. അത്തരത്തിൽ ഇവിടെ നമുക്ക് 2 കൊട്ടവഞ്ചികൾ കാണാം. പിന്നെ കയാക്കുണ്ട്. കയാക്ക് മൊത്തം 4 ഉണ്ട് കേട്ടോ. അതിൽ 2 പേർക്ക് കയറുന്ന ടൈപ്പ് ആണ് കൂടുതലും. പിന്നെ ഒരാൾക്ക് തുഴയാൻ പറ്റുന്ന ഒരു കയാക്ക് നമുക്കിവിടെ കാണാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പം ആമ്പലിൻ്റെ അടുത്ത് നിന്ന് കുറച്ചാണോ? അതെ അല്ലേ, കൊള്ളാം. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നേ? ഇവിടെ ഉള്ളതാണോ? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണോ? അതെ അല്ലേ. കുട്ടവഞ്ചിയിലാണ് കയറിയത് അതെയോ കയാക്കിങ്? കയാക്കിൽ രണ്ടിലും കയറി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കയാക്ക് അല്ലേ, കയാക്കും കുട്ടവഞ്ചി ഉണ്ട് അല്ലേ. ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ടൈം നമുക്ക് 9:15 സ്റ്റാർട്ട് ചെയ്യുന്നത്, 5:15 വരെയാണ്. അതെ അല്ലേ. എല്ലാ ദിവസവും ഉണ്ടല്ലേ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇത് 3 ദിവസം. 13-ാം തീയതി. ഓക്കെ. ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് കയാക്ക് രണ്ടിന്റെ റേറ്റ്. കൊട്ടവഞ്ചി ആകുമ്പോൾ 3 പേർക്ക് 450, 2 പേർക്ക് 350. മാക്സിമം 3 പേരാണ് കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും ഇത് നിയന്ത്രിക്കാനായിട്ട്. പിന്നെ കയാക്കിംഗ് ആകുമ്പോൾ ഒരാൾക്ക് 250, 2 പേർക്ക് 400 രൂപയാണ്. അരമണിക്കൂറാണ് എൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ. ടൈം ഉണ്ടല്ലേ. ശരി. അപ്പോൾ ചേട്ടൻ കൊട്ടവഞ്ചി നമ്മൾ നിയന്ത്രിക്കുന്ന ആള് അരമണിക്കൂറാണ് ഇതിന്റെ സമയം കൊടുത്തേക്കുന്നത്. ആ സമയം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സൈഡിൽ കൂടെ എല്ലാം പോകും. ആവശ്യത്തിന് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും കാണാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രാഥമിക കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇച്ചിരി ഡെവലപ്മെന്റ് ആക്കി കഴിഞ്ഞാൽ ഇച്ചിരി ആളുകൾ കൂടുകയും ചെയ്യും. നമുക്ക് ഇതിന് ആൾക്കാരുടെ തങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. വളരെ ബാത്റൂം സൗകര്യമൊന്നും ഇല്ല. എല്ലാം റെഡിയാക്കി വരുന്നതിനും നല്ല ആൾക്കാരൊക്കെ നല്ലൊരു കുറവാണ്. അതൊക്കെ ആയി വരുമ്പോൾ ആൾക്കാരുടെ തിരക്കുകളായിരിക്കും. ഇപ്പം തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ കൊട്ടവഞ്ചി നമ്മൾ തുഴഞ്ഞ് ഇങ്ങനെ ചുറ്റിയടിച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അരമണിക്കൂറോളാണ് സമയം. ഇത് കഴിഞ്ഞ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. ഇവിടെ പിന്നെ കജാക്കിൽ നമ്മൾ ആളെ കയറ്റി എടുത്ത് തുഴയാനുള്ള സംവിധാനം എല്ലാം റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും. സേഫ്റ്റിയാണ് എല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാനിവിടെ ഉള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ ഈ തൊഴിലായിരുന്നോ? അല്ലല്ല, നമ്മൾ സ്വന്തമായിട്ട് വഞ്ചിയുള്ള കാരണം നമുക്കറിയാം ഈ പരിപാടി. നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. അതെല്ലേ. പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ മാറും. ഇത് ശരിക്കും ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞാൽ ഇത് കുളമാവിന്റെ മുഖച്ചായ തന്നെ മാറും. അപ്പോൾ ഒരു കാലത്ത് ഈ കുളമാവ് ഇടുക്കിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇടുക്കി പദ്ധതിക്ക് ആരംഭിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവരൊക്കെ തിരിച്ചു പോയതോടുകൂടി ആ കുളമാവിൻ്റെ എന്താ പറയുക ഒരു പഴയ പ്രതാപമൊക്കെ അവസാനിച്ച് നമ്മളതിനെക്കുറിച്ച് ആദ്യം ചെയ്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇങ്ങനെയുള്ള ടൂറിസം പദ്ധതികളൊക്കെ ആരംഭിക്കുന്നത് വഴി ആ ഒരു പഴയ പ്രതാപം അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ളൊരു ടൂറിസമൊക്കെ സാധ്യമാകുന്നത് വഴി ആ ഒരു ടൂറിസം കൊണ്ടുവരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല അതുകൊണ്ട് ഗുണം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നവർക്ക് മാത്രമല്ല അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ കടകളൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ കടകളിലൊക്കെ നല്ല കച്ചവടം ലഭിക്കും. അതുപോലെ ഇതായിട്ട് ആളുകൾ വരുമല്ലോ. അപ്പം ഒരുപാട് തൊഴിൽ മേഖലകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ നാടിൻ്റെ ഒരു എന്താ പറയുക പുരോഗതിക്ക് തന്നെ ഒരു കാരണമാവും. ഈ കുളമാവ് ടൗണിനോട് ചേർന്ന് അങ്ങനെ അധികം ആർക്കും അറിയില്ല ഒരു ചെറിയൊരു കുടുംബം താമസിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ
തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ താമസം ആരംഭിക്കുന്ന കേട്ടോ. വളരെ ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് പോകുന്നതാണ്, ജീവിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ഇവിടെ ആ ഒരു കാലത്ത് KSEB അവർക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരിപ്പം ഈ സ്വയം തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. കാട്ടിപ്പോയിട്ട് ഈറ്റ വെട്ടിക്കൊണ്ട് വരും, അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു പാവം മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ ഒന്ന് പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ചേട്ടാ, അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട? ആ, ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ മറന്നുപോയി. രാജു ചെയ്തുകൊണ്ടിരിക്കുവാണോ വർക്ക്? അതെ അല്ലേ. ആ, അപ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ. ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ? വീടും അതുപോലെ പണിസ്ഥലം എല്ലാം കൂടെ കൂടിയതാണേ. വെട്ടത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട് കേട്ടോ അകത്ത്. ഇതൊക്കെ നെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെന്താ കൊട്ടയാണോ? ഈ അടിഭാഗം ആ വളച്ച് നീ ഇത് ഇവിടെ ഇത് വളച്ച് ഇത് കണ്ടോ, ആ ഇത് വളഞ്ഞ് ആ അങ്ങനെ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ആദ്യം ചെയ്യും അടിഭാഗം അല്ലേ? അടിഭാഗം ആ ഒന്ന് ചെയ്ത് കാണിച്ചേ. അടിഭാഗം ആദ്യത്തിൽ ശരിക്കും ആ പിന്നെ വളയ്ക്കണം. ഇങ്ങനെ ഓരോ ഇതെടുത്തിട്ടല്ലേ? ഇതുപോലെ ആ ഇയാടെ ആ പിന്നെ ഇത് വാപ്പടി പൊളിയിനെ വളയ്ക്കണം. ഈ അടിഭാഗം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത്രയും വീതിയിൽ ഈറ്റയാണ് ഈറ്റയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിർമ്മിക്കും അല്ലേ ആദ്യം? അതിനുശേഷം ഈ നെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ, വണ്ണം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കുട്ട ഇതിപ്പം എത്ര വലിപ്പം അനുസരിച്ചല്ല സമയം തീർന്നത്. ഇത് എത്ര സമയം എടുക്കും തീർന്നതിൽ? അരമണിക്കൂർ കൊണ്ട് തീർക്കാം. ഇത് കൊട്ടയാണോ? ആ, ഇത് എത്ര വലിപ്പം വരും ഏകദേശം? അതിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഇത് വെച്ചേക്കുന്നതാണ്. കൂടയാ അല്ലേ? ഇത് കുട്ടയല്ല, കൂടയാണ്. തക്കാളി ഒക്കെ എടുക്കാൻ, മുന്തിരി, തക്കാളി, പഴവർഗ്ഗങ്ങളൊക്കെ എടുക്കാൻ. ഇവിടെ വെട്ടമില്ല അല്ലേ ഏട്ടാ? ഈ ഇരുട്ടത്തിരുന്ന് എങ്ങനെയാണ് നെയ്തെടുക്കുന്നത്? ഈ ഇരുട്ടത്തിരുന്ന് എങ്ങനെയാണ് നെയ്തെടുക്കുന്നത്? 6 മണിയാകുമ്പോഴേ ഇവിടെ ഷാജിനെ കൊടുത്തിരിക്കുക ബാറ്ററി, സോളാർ ബാറ്ററി. ഇത് സോളാറിലാണോ പ്രവർത്തി? അല്ലാതെ ഇവിടെ ഇതില്ല, കറണ്ട് ഇല്ല. ഇവിടെ കറണ്ട് ഇല്ല. അപ്പം സോളാറിൻ്റെ ബൾബ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒത്തിരി കൊട്ടകളും കൂടകളൊക്കെ വെച്ചേക്കുന്നതാണ്. ഞാനിങ്ങനെ ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നാട്ടിലിരുന്ന് കമ്പത്തിലിருந்து വന്ന് ഇവിടെ ജീവിക്കാൻ വന്നതാ. അവിടെ ரொம்ப കടനായി ഒന്നും മുടിയാതെ കൊണ്ട് ഇവിടെ വന്ന് 95 വന്നതാണ്. ഇപ്പോൾ 95 വന്ന പിന്നെ ഞങ്ങൾ അവിടെ നാട്ടിലെ ഉള്ള കടനെല്ലാം തീർത്ത് പോയി. ഇപ്പം കടനില്ലാതെ കൊണ്ട് ഇവിടെ ജീവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോകും, അതേ ഉള്ളൂ. വേറെ ഒന്നും കാര്യമില്ല. ആരെങ്കിലും ഒന്നും വഴക്ക് ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നില്ലേ, ആരും ഒന്നും ചോദിക്കുന്നില്ല. ആ കിടക്കട്ടേനും പറഞ്ഞു, ഇവിടെ താമസിക്കട്ടേനും പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ആദ്യത്തിൽ ഇലക്ട്രിക് കാർഡ് ഒന്നും ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വീടില്ലാതെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക, നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞത് അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഉണ്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ. അവരെന്നെ നാട്ടിൽ പോയിരിക്കുക ഇത് ശിവരാത്രി പൂജയ്ക്ക്. സ്വന്തം ആൾക്കാർ നാട്ടിലേ ഉണ്ട്, ഇവിടെ ഇല്ല. ചേട്ടാ, ഈ ഈറ്റയൊക്കെ എവിടെ നിന്നാണ് കൊണ്ടിരുന്നത്? ഈറ്റ കൊണ്ടുവന്ന് പാറമണൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ഈറ്റ കൊണ്ടുപോകുക. പാറമട ഇവിടെ അടുത്തല്ലേ? പാറമട അടുത്ത സ്റ്റാഫ് നമ്മുടെ ഇവിടെ അടുത്താട്ടെ, ഈ കുളമാവിനടുത്താണ് പാറമട എന്ന്. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഈറ്റ കൊണ്ടിരുന്നത് അല്ലേ? അതെ. അപ്പൊ ആ ഈറ്റ ആരാ കൊണ്ടിരുന്നത്? ചേട്ടൻ തന്നെയാണോ? ഈറ്റ ഞാനേ കൊണ്ടുവരും. എന്നിട്ട് ഇത് ഒരു ദിവസം കൊട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യും? ഒരു ദിവസം 12 കൊട്ട നെയ്യും, 12 കൊട്ട. എന്നിട്ട് ഇതെങ്ങനെ വിൽക്കുന്നത്? എവിടെയാ വിൽക്കുന്നത്? തമിഴ്നാട്ടിലെ പോയി വിൽക്കും. വണ്ടിയിലെ കയറ്റി കൊണ്ടുപോയി വിൽക്കും. അതെ അല്ലേ? അത് ചേട്ടൻ തന്നെയാണോ കൊണ്ടുപോകുന്നത്? ഞാനേ കൊണ്ടുപോകും. അപ്പം എത്ര കൊട്ടയൊക്കെ ആകുമ്പോഴോ കൊണ്ടുപോകുന്നത്? ഒരു 200 കൊട്ടയാകുമ്പോൾ കൊണ്ടുപോകും. 200 കൊട്ടയും ബസ്സിൽ കൊണ്ടുപോകുമോ? ഇല്ല, ബസ്സിൽ ടെമ്പോ ഇത് ലോറിയല്ലേ, വണ്ടി വിളിച്ചു പോകും. അപ്പൊ അത് കൊണ്ടുപോയി അന്ന് തന്നെ വിറ്റിട്ട് പോരുമോ? അന്ന് ഒരു കച്ചവടക്കാരനെ കൊടുത്തിട്ട് പൈസ മേടിച്ചു വന്നിടും. കച്ചവടക്കാർക്ക് കൊടുക്കുകയോ ചെയ്യുന്നത്? കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് ഞാൻ ഓടി വരും. അത് എവിടെ, കമ്പത്താണോ കൊണ്ടുപോകുന്നത്? കമ്പത്തിൻ്റെ താഴെ ഒരു സ്ഥലം, കമ്പത്തിന് ഇപ്പറേ ഒരു സ്ഥലമുണ്ട്, കൂടലൂർ തന്നെ ഒരു സ്ഥലം, അവിടെ കൊട്ട കൊടുക്കും. അപ്പൊ ചേട്ടനെ ഈ ഈറ്റയൊക്കെ കൊണ്ടുവന്നത് നെയ്ത് ഈ വണ്ടിക്ക് കയറ്റി കൊണ്ടുപോകണല്ലോ, അത് കൊണ്ടുപോകുന്നതിന്റെ ലാഭമൊക്കെ ഉണ്ടോ?
ലാഭം നമ്മൾ ഉണ്ടല്ലേ. പണിയെടുക്കുന്നതിന്റെ പൈസ കിട്ടുമോ? ആ പണിയെടുക്കുന്ന പൈസ കിട്ടും. നമ്മൾ ഈറ്റ ചുമ്മാ കിട്ടുന്നില്ലേ, അതുകൊണ്ട് തോണിയില്ല. ഈറ്റയ്ക്ക് പൈസ കൊടുക്കണ്ട. ഈറ്റയ്ക്ക് പൈസ ഉണ്ട്, നമ്മൾ വെട്ടി കൊണ്ടുവരല്ലേ, അതുകൊണ്ട് ഈറ്റയ്ക്ക് പൈസ വേണ്ട. ഇവിടെ പാറമടയിൽ കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അതെല്ലേ? 6 മണി കഴിഞ്ഞപ്പോൾ അവിടെ ആന വരും. അതെല്ലേ? ഏത് സമയത്താ പോയി വെട്ടുന്നേ? ഞാൻ രാവിലെ പോകും, 9 മണിക്ക് മുൻപേ പോകും. പോയിട്ട് 1 മണിക്കൂറാകും, 1 മണിക്കൂറാകും ഇവിടെ കൊണ്ടുവരാൻ. എല്ലാ ദിവസവും പണിയുണ്ടല്ലേ? അല്ലാതെ നമ്മൾക്ക് പണി എന്നുണ്ട്. മറ്റു പണിക്ക് ഇന്ന് പണിയില്ല നാളെ പോകാൻ പറഞ്ഞ അതുപോലെ ഇല്ല. നമ്മൾക്ക് എന്നും പണിയുണ്ട്. ഈറ്റ ഉണ്ടെങ്കിൽ പണിയുണ്ട്, ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പണി ഒരു ഉച്ചയാകുമ്പോൾ ചുമ്മാ ഇരിക്കണം. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇതാകുമ്പോൾ ഉറക്കം വരുന്നില്ല, എന്തെങ്കിലും പണി. അപ്പൊ ഇവിടെയാണ് എല്ലാം പാചകം എല്ലാം ഇവിടെയാണല്ലേ? ഇവിടെ തന്നെയാണല്ലേ? അതെ. ഇത് KCBയുടെ ഒരു ബിൽഡിംഗ് ആണ്. അതെ അല്ലേ? അതായത് KCB ഇവിടെ തുടങ്ങിയപ്പോൾ ഒരു ടെമ്പററി ബിൽഡിംഗ് പണിതാണ്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, 2nd ക്ലാസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് ഇതിന് പറയുന്നത്. 1st ക്ലാസ് IB വേറെയുണ്ട്. ഇപ്പം ഇത് ചേട്ടൻ താമസിക്കുന്ന ഇതല്ലേ ഈ ബിൽഡിംഗ്? അതിങ്ങനെ പൊളിഞ്ഞു പോകാതെ, അപ്പൊ ഇവര് താമസിക്കുന്നുണ്ട് സാധനം ഇതിങ്ങനെ നഷ്ടപ്പെടാതെയൊക്കെ അവരൊരു KCBയുടെ ഒരു അനുവാദത്തോടു കൂടിയാണ് ഇവർ. ഓക്കെ. ഇത് കൊട്ടയല്ല കേട്ടോ, ഇതിങ്ങനെ കൂടാന്ന് തീർന്നില്ല. ഇതിന് 100 രൂപയാണ് കേട്ടോ. 100 രൂപ വക്ക് കെട്ടി. ഇതിന്റെ വക്ക് കെട്ടാനാണ്. വക്ക് കെട്ടാൻ തമിഴ്നാട്ടില് സെയില് പോകുന്നു. ഇത് തമിഴ്നാട് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ? നമ്മുടെ നാട്ടിൽ ഇതിനങ്ങനെ സെയിൽ കുറവാണല്ലോ. തമിഴ്നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ മോഡലിലുള്ള കൂടകളാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുട്ടകളും ചെയ്യുന്നുണ്ട്, നമ്മുടെ വള്ളിക്കൊട്ട എന്നൊക്കെ പറയുന്നത്, കുഴയുള്ളത്. പിന്നെ നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ചെയ്തു വരിക. ഇത് കണ്ടില്ലേ, അതൊക്കെ കുഴയുള്ള ടൈപ്പ് കുട്ടയാണ്. ഇതിപ്പോൾ അണ്ണന് ലാഭം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. കൂടി ഈറ്റ വെട്ടിക്കൊള്ളാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലേ? അത് കാരണം ഈറ്റ വെട്ടുന്നതിന് യാതൊരു പ്രശ്നമില്ല ഇവിടുന്ന്. അതാ ഒരു ഇതുള്ളൂ. ഓക്കെ. ഇതുണ്ടല്ലോ, ഇങ്ങനത്തെയുള്ള കൂടകൾ എന്ത് വേണമെന്നുണ്ടല്ലോ, അതായത് ഈ ഈറ്റയും കൊണ്ട് നെയ്യാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിലും ചെയ്തു. പിന്നെ അണ്ണൻ ഇവിടെ റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കുന്നുണ്ടേ ഇവിടെയും അല്ലേ? നമ്മൾ കുളമാവ് ഡാം എത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഇരുന്ന് വിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ചേക്കുന്നുണ്ടോ? മുറങ്ങളുണ്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ കൂടകൾ, അത് പല വലിപ്പത്തിലുള്ളതുണ്ടേ. ചെറുതിന് വന്നിട്ട് 50 രൂപയാണ് അതിൽ വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. 50ഉം അതിൻ്റെ വലുത് 100 രൂപ. വലിപ്പം അനുസരിച്ചാണ് റേറ്റ്. ഇത് 200 രൂപ. ഈ വെയിലത്ത് വെക്കണ ശരിക്കും ഉണങ്ങാൻ വേണ്ടി വെക്കണാണോ? ഞാൻ കച്ചവടത്തിന് വേണ്ടി അങ്ങനെ വെയിലത്ത് വെക്കണമെന്നൊന്നും ഇല്ലല്ലേ? ഞാനിത് വെയിലത്ത് ഇരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്ടോ? ആള് കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്ത് വെച്ച്. ശരി ശരി ശരി. റോഡ് സൈഡിലൊക്കെ പോയി. ഈ മുറം എന്നാ വില? ഇത് 150 ഉള്ളൂ. ഒരു മുറം എനിക്ക് വേണം കേട്ടോ. 50 രൂപ. 50 രൂപ ചെറിയ കൂടെ. അത് ചേട്ടാ എനിക്ക് ഒരു മുറം വേണേ. ചെറുതോ? ഇത് വണ്ടിയിൽ കൊണ്ടുപോകാലോ അല്ലേ? ചെറുത് മതി. പച്ചക്കറികളൊക്കെ ഇടാനുണ്ട്. ഇടാൻ നല്ല വില. ഇതെത്ര? 150 രൂപ. ഓക്കെ. ഇത് നെയ്ത് വെച്ചേക്കുന്നതാ? നെയ്ത് വെച്ചേക്കുന്നതാ. മറ്റേ കഞ്ചി വെള്ളം വടിക്കുന്നില്ലേ, കുറച്ച് കഞ്ചി വെള്ളം ഒരു പാത്രത്തിൽ മാറ്റിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വളം തുണിയല്ലേ അത് എടുത്ത് തൂത്താം. ഈ ചാണകം മെഴുക പണ്ട് കാലത്ത് അങ്ങനെയല്ലേ? വക്കുള്ളം പട്ടയായിട്ട് അത് പറമ്പറം. ഇത് ചാണകം മെഴുകണ പോകും. ഇതിൽ മെഴുകണതല്ല, സാധാ മുറത്തിലാ മെഴുകുന്നത് അല്ലേ? കഞ്ഞിവെള്ളത്തിന്റെ കാര്യം പുകയിട്ട് വയ്ക്കും. പുകയിട്ട് വെച്ചിട്ട് കറുപ്പടിക്കും. ഇത് ഇപ്പൊ അതുപോലെ ഇല്ല. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കഞ്ചി വെള്ളം അടിക്കില്ലേ, കൊറേ കഞ്ചി വെള്ളം എടുത്ത് ഒരു പാത്രത്തില് വയ്ക്ക. അപ്പൊ കൊറേ നേരം കഴിയുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വളം തുണിയല്ലേ അങ്ങനെ കൊറേ വിദ്യകളൊക്കെ. ശരി ശരി ശരി. ഈറ്റ് ആയതുകൊണ്ട് ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് കൊറേ കാലം ഈട് നിൽക്കും. അതാണ് പറയുന്നത്.
അതാ ആന കടിക്കുന്നത്. ആ അതെ അതെ, ആനയുടെ ഒക്കെ ഇടയിൽ നിന്നാണ് ചേട്ടൻ രാവിലെ പോയി വെട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞേ തീറ്റ. ആ ഇതില് എന്തോ ഒരു സാധനം കൊള്ളും, ചേന കാച്ചില് ഇതില് 600 രൂപ. ആ ഇത് വലുതാ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാട്ടോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. കുളമാവ് ടൗണിന് അടുത്താണേ, കുളമാവ് ടൗണിൽ വന്നിട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും, തൊട്ടടുത്താണ് ഇവിടെയാണ് ചേട്ടൻ താമസിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ദേവരാജൻ ചേട്ടനെ കഴിഞ്ഞ കുളമാവ് വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയതാണ്, എന്നാലും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ഇവിടെ, ചേട്ടൻ്റെ അച്ഛനാണ് ഇവിടെ കുളമാവിൽ ആദ്യം വരുന്നത്. ഈ ഡാം പണിയായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഡ്രൈവറായിട്ട്, അച്ഛൻ ഡ്രൈവറായിട്ട് വന്നതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ വന്നതാണ് അല്ലേ. അപ്പോൾ ഡാമൊക്കെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 50 വർഷമായി. അപ്പോൾ ചേട്ടൻ 50 വർഷത്തോളം, അതിന് മുന്നേ ഇവിടെ കുളമാവിലുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു ആർട്ടിസ്റ്റാണ്, ഒപ്പം തന്നെ ചെറിയ മെക്കാനിക്കൽ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പഞ്ചറൊട്ടിയിലും പിന്നെ ചെറിയ ചെറിയ അല്ലറ ടൂ വീലറിൻ്റെ പണികളൊക്കെ ചേട്ടൻ അറിയാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുളമാവ് ഡാം എത്തുന്നതിന് മുന്നേ ആയിട്ട്, തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ചാലാട്ട്. അപ്പോൾ ഇവിടെ ചേട്ടൻ കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ കാണാനായിട്ട് ഇതൊക്കെ ചേട്ടൻ വരച്ചതാണ്. എൻ്റെ കൂട്ടുകാരനാണ് ഈ റെജി കുഞ്ഞപ്പൻ, അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ് ഇത്. മോഹൻലാലുമായിട്ട് പുള്ളി ഗ്രീൻബർഗിൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ വളരെ ക്ലോസായി. അതിനുശേഷം എന്നോടൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചിത്രം ഞാൻ ലാലേട്ടൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് ചേട്ടൻ വരച്ചതല്ലേ? ഞാൻ വരച്ച ലാൽ സാറിൻ്റെ ചിത്രമാണ് ഇത്. റെജി കുഞ്ഞപ്പൻ പറഞ്ഞിട്ട് ലാൽ സാറിൻ്റെ ചിത്രം ഞാൻ വരച്ചതാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇത് വരച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ലാലേട്ടൻ്റെ താടിയില്ലാത്ത അങ്ങനെ എത്രത്തോളം നന്നായി എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കഴിവിൻ്റെ ഒരു ഇതിൽ ഞാനങ്ങനെ വരച്ച് ഇങ്ങനെ ഒപ്പിച്ച. എന്തെങ്കിലും ആൾക്കാർ അത്ര കുറ്റമൊന്നും പറയുന്നില്ല, നന്നായിട്ട് വരയ്ക്കണ അത്ര കുറ്റമൊന്നും പറയുന്നില്ല എങ്കിലും. അതെല്ലേ? അങ്ങനെ ഞാൻ വരച്ച് ഇങ്ങനെ ഒപ്പിച്ചതാണ്. എത്രമാത്രം അത് വിജയപ്രദമായി എന്നൊന്നും എനിക്ക് കരുതാൻ പറ്റുന്നില്ല. നല്ലതാ, കുഴപ്പമില്ല. ഈ ചിത്രം കൊണ്ട് ഞാൻ ലാൽ സാറിനോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് എന്നോട് ആരെങ്കിലും ഒരു ചിത്രം എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി ഒരു സ്ഥാപനത്തിന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാൽ സാറിൻ്റെ ആയിരിക്കും. ഞാൻ ലാൽ സാറിൻ്റെ ഒരു ആരാധകനാണ്. ഞാൻ ലാൽ സാറിൻ്റെ ആയിരിക്കും മിക്കവാറും ഞാൻ ചെയ്യാറ്. ആ മയിലൊക്കെ ചേട്ടൻ വരച്ചാണോ? അതെ അതെ അതെ. ആ ഇവിടെ അകത്തൊക്കെ ചേച്ചി ഇന്ന് കറിക്കട്ടെ. ഇതൊക്കെ ചേട്ടൻ്റെ കലാവിരുദ്ധകളാണ് ഈ കാണുന്നത്. ചേട്ടനൊരു ബാഗൊക്കെ എപ്പോഴും കൊണ്ടു നടക്കൂട്ടോ. അതുപോലെ തന്നെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഹെൽമെറ്റും കയ്യിൽ വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചേട്ടൻ നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ പഞ്ചറൊട്ടിക്കുന്നതിൻ്റെ കുറേ ടൂൾസൊക്കെ ഉണ്ട്, വണ്ടി കഴിക്കുന്നതിൻ്റെ, പിന്നെ എന്തൊക്കെ കുപ്പി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ ചേട്ടാ? അപ്പോൾ അതെടുത്ത സംഭവം എന്നാ അത്? ഇത് നമ്മുടെ ലാലേട്ടന് കൊടുക്കാനായിട്ടൊരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് ലാലേട്ടൻ്റെ അഡ്രസ്സാണോ? അതെ അതെ, ലാൽ സാർ. ഇത് എവിടുന്ന ചേട്ടൻ എവിടെ നിന്ന് കിട്ടിയേ? ഞാൻ ഇങ്ങനെ വീക്കിലികളും എല്ലാം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് 35 കൊല്ലം പഴക്കമുള്ള സിനിമ വീക്കിലിയിൽ ഒരു മാസികയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ലാൽ സാറിൻ്റെ അഡ്രസ്സ് ഞാൻ ഒരുപാട് തേടി നടന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ലാൽ സാറിന് ഒരു കത്ത് അയക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടിയതാണ്. ചെന്നൈയിലെ അഡ്രസ്സാണ് ഇത്. വീഡിയോ കാണിച്ചത് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ലാലേട്ടൻ്റെ കടുത്ത ആരാധനയാണ്. അത് പോട്ടെ, ഇതിൻ്റെ അകത്ത് എന്നതാന്ന് പറ. ഇതിനകത്തുള്ളത് എൻ്റെ 2 ആരാധനയാണ്. 2 ആരാധനയിൽ എന്നും ഞാൻ ലാൽ സാറിന് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടി. രണ്ടാമത്തത് ലാൽ സാറ് 500-1000 കൊല്ലം കഴിയുമ്പോഴും ലാൽ സാറ് ഈ ലോകം അറിയണം, അന്നത്തെ തലമുറ അറിയണം. അതിനു വേണ്ടിയുള്ള ആർട്ടിക് വേൾഡ് ആർക്കൈവ് ലൈബ്രറി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ ഈ ലാൽ സാറിൻ്റെ ചിത്രങ്ങളെല്ലാം ഡിജിറ്റൽ ചെയ്ത് സൂക്ഷിക്കണമെന്നാണ് എൻ്റെ ആരാധനയുടെ ഒരു ഭാഗം. അവിടെ ലോകമഹായുദ്ധം ഭൂകമ്പം ഒന്നും ഉണ്ടായാലും അവിടെ ഒന്നും സംഭവിക്കില്ല. ലാൽ സാറിന് നമസ്കാരം, നന്ദി. ഉള്ള ക്യാമറയൊക്കെ മതി. ഞാൻ ക്യാമറ എടുത്തെന്ന് പറഞ്ഞപ്പോളേ മുടി വെച്ച് സെറ്റായിട്ട് നിൽക്കുക. വേറെ എന്തിലുണ്ടോ ചേട്ടനത്തെ ഇവിടുന്ന് നമ്മൾ പിരിയാണ് ഇവിടുന്ന്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി കാണാം, അടുത്ത പാർട്ടി പാക്കല. ഓക്കെ, എന്നാ വിട്ടു, ആയിക്കോട്ടെ, ശരി. അതാ